വെൽക്കം ടു സൈ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വാരംഗൽ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം 2025 കുറിച്ചിട്ടാണ് ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആപ്ലിക്കേഷൻ ഓൺഗോയിങ് ആണ്. അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് March 24, 2025 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് April 11 വരെ ഉണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. സോ മാക്സിമം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അനൗൺസ്മെൻറ്റ് ഓഫ് ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ April 21 അവർ അനൗൺസ്മെൻറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ BTech അതുപോലെ തന്നെ MTech ടുഗെദർ വിത്ത് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റുഡൻസ്, മാസ്റ്റർ സ്റ്റുഡൻസ് ആയിട്ടുള്ള MSc സ്റ്റുഡൻസ്, ഇൻറ്റഗ്രേറ്റഡ് MSc ആണെങ്കിൽ അതും, അല്ലെങ്കിൽ MBA സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എസ്പെഷ്യലി PG UG സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് NITയിലുള്ള ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഇവർ നൽകുന്നത്. അതേപോലെ അതർ ദാൻ NIT വാരംഗൽ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ NIT സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ NIT കാലിക്കറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലുള്ള സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ദ ഇൻറ്റേൺഷിപ്പ് ഡ്യൂറേഷൻ ഈസ് ബിറ്റ്വീൻ May 9th to July 11th വരെയാണ്. സോ ഒരു മാക്സിമം ഒരു 2 months, മാക്സിമം 2 months ഒരു ഇൻറ്റേൺഷിപ്പ് തന്നെയാണ് നൽകുന്നത്. സോ ഒരു ആപ്ലിക്കേഷൻ ഫീയോ കാര്യങ്ങളൊന്നും അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. സോ നോ ആപ്ലിക്കേഷൻ ഫീ ചാർജ് ഫോർ ദ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഫെലോഷിപ്പോ സ്റ്റൈപ്പൻഡോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുകയാണെങ്കിൽ ഇല്ല. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒന്നും തന്നെ നൽകുന്നതല്ല. അതുപോലെ ബേസിക് ആയിട്ടുള്ള ലൈബ്രറി, മെഡിക്കൽ ഫെസിലിറ്റി, ഫ്രീ ഹോസ്റ്റൽ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം തരുന്നതാണ്. ബട്ട് മെസ്സിൽ ഫുഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സ്റ്റുഡൻറ്റ് ബോൺ ചെയ്യണം. അതായത് പേയ്മെൻറ്റ് ബേസിസിലായിരിക്കും ഫുഡ് കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. ബട്ട് അവർക്ക് ഫ്രീ ഹോസ്റ്റൽ അക്കോമഡേഷൻ കാര്യങ്ങൾ നൽകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഷെയർഡ് ആയിട്ടുള്ള സിംഗിൾ ഒക്യുപ്പൈഡ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റിയാണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റഡ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ വൈഫൈ കണക്ടിവിറ്റി, സ്റ്റഡി ഹാൾ, അതുപോലെയുള്ള യൂട്ടിലിറ്റി കാര്യങ്ങളെല്ലാം നൽകുന്നതായിരിക്കും. ഹൈജീൻ, ന്യൂട്രീഷൻ, ഫുഡ്, മെസ് ഫെസിലിറ്റി, ദെൻ ജിം, സ്പോർട്സ്, ലോണ്ട്രി, ഹൗസ് കീപ്പിംഗ്, അതുപോലുള്ള എല്ലാ സർവീസസും നൽകുന്നതാണെന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് ഹോസ്റ്റൽ റൂംസ് ആർ അൺഅവൈലബിൾ, സ്റ്റുഡൻസ് മേ ഫൈൻഡ് റെൻറ്റൽ അക്കോമഡേഷൻ നിയർ ദ ക്യാമ്പസ് എന്ന് പറയുന്നത്. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ മാക്സിമം അപ്പം തന്നെ പോയിട്ട് ഹോസ്റ്റൽ അഡ്മിഷൻ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഇൻറ്റേൺഷിപ്പ് അവൈലബിൾ ഇൻ ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇൻറ്റേൺഷിപ്പ് നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആസ് വെൽ ആസ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ ന്യൂ പ്രോജക്ട്സ് ആണ് അവർ കറൻറ്റായിട്ട് ഓൺഗോയിങ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ട്രീമിൽ ഏതൊക്കെ പ്രോജക്റ്റ് ഉണ്ടോ ആ പ്രോജക്റ്റിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ബയോടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് മേജറായിട്ടും ഈ ഒരു ഇൻറ്റേൺഷിപ്പ് 2025 സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഇവർ അലോട്ട് ചെയ്തിട്ടുള്ളത്. പോലെ ഡേറ്റ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. മാക്സിമം വരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് പാസ് ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ദ സ്റ്റുഡൻസ് മസ്റ്റ് ബി ഫ്രീ ഇൻ ദ എബവ് മെൻഷൻഡ് പീരീഡ്. അത് പ്രത്യേകം പറയുന്നുണ്ട്. സോ നിങ്ങളുടെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിക്കേണ്ടതാണ്. സോ ഓൾറെഡി സമ്മർ ടൈമിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹോളിഡേ പീരീഡ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നല്ലൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ആപ്ലിക്കേഷൻ മസ്റ്റ് ഹാവ് ഓൾ ദ ഗ്രേഡ് ഷീറ്റ് ഫോർ ദ പ്രീവിയസ് സെമിസ്റ്റർ. നിങ്ങളുടെ ഏതൊക്കെ സെമിസ്റ്റർ ഫിനിഷ്ഡ് ആണോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു സെമിസ്റ്റർ ഷീറ്റ്സ്, ഗ്രേഡ്സും കാര്യങ്ങളെല്ലാം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അവർ. സോ ആ ഒരു ഷീറ്റ്സും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ ടൈമിൽ അതുപോലെ തന്നെ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്തും ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. ഇനി PE, BTech, BSc, B.Ed സ്റ്റുഡൻസ് വിത്ത് ഗുഡ് അക്കാഡമിക് റെക്കോർഡ് ഹു ഹാസ് അപ്പിയർഡ് ഫോർ ദ 6th സെമിസ്റ്റർ എക്സാമിനേഷൻ. സോ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയും UG, PG, B.Ed സ്റ്റുഡൻസിനും പോലും, മാസ്റ്റർ സ്റ്റുഡൻസ്, MBA സ്റ്റുഡൻസിനാണെങ്കിലും, BTech, BE സ്റ്റുഡൻസിനാണെങ്കിലും, MTech സ്റ്റുഡൻസിനാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദെൻ എന്തുകൊണ്ടാണ് ഈ ഒരു വാരങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്
വൈ ദ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ട്രയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ വൺ എമംഗ് ദ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതുപോലെയുള്ള അവിടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും എക്സ്പോഷർ, അതുപോലെ ലാബ് ഫെസിലിറ്റീസ്, കട്ടിങ് എഡ്ജ് എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം, റിസർച്ച് ഫീൽഡും എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം വളരെ ഹൈ തന്നെയാണ്. അതുപോലെ എക്സ്പേർട്ട് ഗൈഡൻസും അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും അവിടെ നൽകുന്നതാണ്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഉണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ. അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും മതി. നമ്മളും ഹെൽപ്പ് ചെയ്യുന്നതാണ് തീർച്ചയായും. സോ റീച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോമും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് ഇന്നുകൊണ്ടുള്ള ഒരു ഇൻഫർമേഷൻസ്. ഈ ഒരു ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാക്സിമം പേര് ഈ ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസും റിക്രൂട്ട്മെൻറ്റ് ന്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.